അനുമോള് വന്നതുകൊണ്ടാണ് ആ ഒരു ചാൻസ് മിസ്സായെന്നാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അമൃതവർഷയ്ക്ക് പകരം എന്താ പറയുക സൂസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലില് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അനുമോളെ ആയിരുന്നു. അപ്പൊ അതിലൊരു വണ്ണമുള്ള കുട്ടീനെയാണ് അതിൽ സുഹാസിനിയില് സുരഭിയായിട്ട് വണ്ണമുള്ളൊരു ക്യാരക്ടറാണ് വേണ്ടത്. സുഹാസിനി മല്ലികാന്റി തന്നെ അങ്ങനെ. അപ്പം ആ അനുചേച്ചിനെ മാറ്റിയിട്ട് വണ്ണുള്ളൊരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് രാജേഷ് സാർ എന്നെ കോണ്ടാക്ട് ചെയ്തതും ഞാൻ അഭിനയിക്കാൻ പോയത്. 12 എപ്പിസോഡത്തോളം എന്തോ എടുത്തു. എത്രയോ മാസം ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ട് ഹാപ്പി ആയിട്ട് തിരിഞ്ഞ് ട്രെയിലർ എടുക്കാൻ ഭാഗത്തിന് ട്രെയിലറിന് വരെ റോട്ടിൽ ഇറക്കി ആൾക്കാരുടെ അഭിപ്രായമൊക്കെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ വരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എന്താ പറയുക ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പം ഇവരാണെങ്കിൽ കുറെ ഹൈപ്പും തന്നു എനിക്ക്. ഇതാണ് അതാണ് ഇതാണ് ഇനി അങ്ങനെ പ്രോഗ്രാം ആകാശം മുട്ട വളരും എന്നൊക്കെയാണല്ലോ അങ്ങ് വളർത്തി വെച്ചവര്. ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്റെ അതായത് ഉദ്ദേശിച്ചത് പണ്ട് നമ്മളെ കുറ്റം പറഞ്ഞിരുന്നതും അവൻ പണിക്കൊന്നും പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല എന്താണ് പറഞ്ഞതെന്നല്ല. അതായത് അങ്ങനെ പാടാൻ പാടില്ല. ഇതല്ല ശരി. നമ്മളെല്ലാം മനോധർമ്മത്തിൽ നിന്നാണല്ലോ ചെയ്യണത്. അപ്പൊ അതല്ല അതിന്റെ ഒരു കറക്റ്റ് ആ സാധനമേ പാടാവൂ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ. അത് മാത്രല്ല കുട്ടി എങ്ങനെ ജീവിക്കും? ഒരു മൃദംഗം വായിക്കാൻ അല്ലെങ്കിൽ മൃദംഗം കൊണ്ട് നടന്നിട്ട് ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പാട്ട് പാടിക്കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇതൊന്നുമല്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഒരു കമ്പനി ജോലി ഒരു സ്ഥിര വരുമാനം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ കണ്ണനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കൊരു വള മേടിച്ചു തന്നു കണ്ണേട്ടൻ കല്യാണം കഴിഞ്ഞ സമയത്ത്. ഞാൻ കണ്ണേട്ടന്റെ കസിന്റെ വീട്ടിലാണ് ഞാൻ പോയിരിക്കണേ. അപ്പൊ ഞങ്ങള് ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പോക്കാണ് അവിടെ. അപ്പൊ ഈ വള കണ്ടപ്പോ എന്നോട് ചേച്ചി ചോദിച്ചു. അപ്പൊ അത് അന്ന് ഗോൾഡ് അല്ല, അത് ഫാൻസി വള പറഞ്ഞ കണ്ടിഷ്ടത്തിന് മേടിച്ചു തന്നതാ. അപ്പൊ ഞാനിത് പൊങ്ങച്ചൊന്നും പറയാൻ അറിയില്ലാത്തതുകൊണ്ട് ഇത് ഗോൾഡ് അല്ല, ഇപ്പൊ മേടിച്ചതാ, കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പോ മേടിച്ചതാ. ഞാനും വിചാരിച്ചു കണ്ണൻ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു ചോദ്യം. ഉള്ളിൽ വെക്കും. അല്ല ഒരു കലാകാരൻ അല്ല ഞാൻ അന്ന് മുതല് എന്ത് മേടിച്ചാലും ഞാൻ അവിടെ പോകും. അല്ല അത് അവരോടുള്ള വൈരാഗ്യമല്ല, കലാകാരൻ അത്ര മോശമല്ലാന്ന് കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് എനിക്ക് അവരോട് ഒരു ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണെങ്കിലും അതെനിക്ക് അവിടെ ഒന്ന് പറയണം. അത് എനിക്ക് ഏറ്റവും ഒരു വേദനയാണല്ലോ. അല്ല നമ്മള് എന്നെ സംബന്ധിച്ച് കുട്ടിക്കാലം മുതല് ഈ കലാകാരൻ എന്നുള്ളതിന് വളരെ 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 ഒരു താഴ്ന്ന രീതിയിലുള്ളൊരു അഭിപ്രായമായിരിക്കും മറ്റുള്ളവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും നെഞ്ചത്ത് തന്നെ കലാകാരൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അതെന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് മാത്രല്ല അച്ഛനും അമ്മയും കണ്ണേട്ടന് കൊടുത്തൊരു സ്വത്താണ് കല. തീർച്ചയായും നമുക്ക് കുടുംബ സ്വത്തൊന്നുമില്ല. അച്ഛനും അമ്മയും സാധാരണ കലാകാരന്മാർ. അതായത് ഒരു പരിപാടി ഗംഭീരായിട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അവർക്ക് ഭക്ഷണം വേണ്ടാത്ത ആൾക്കാരാ. ആ സന്തോഷത്തിൽ ആ നന്ദി പ്രകടനത്തിൽ ആ ഒരു പ്രശംസയില് വയറ് നിറഞ്ഞിരുന്ന ഒരു അങ്ങനത്തെ ആൾക്കാരാണ് അവര്. അപ്പൊ അങ്ങനെ പോയത് കൊണ്ട് തന്നെ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആകെ നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് എന്ന് പറയണ ഈ പാടാനും കൊട്ടാനും ഒക്കെ ഉള്ള ഒരു കഴിവ് അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ സ്വത്ത് തന്നെയാണ്. അത് നമ്മള് സ്വത്തല്ലേ. അല്ലെ നമ്മളിപ്പോ എന്താ പറയാ പാരമ്പര്യത്തിൽ കിട്ടുന്നതാണല്ലോ നമ്മുടെ പേരിനോട് ചേർക്കാം. അല്ലെ നമ്മുടെ കുടുംബ പേരോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയല്ലേ ചേർക്കുന്നേ. അപ്പൊ ആ സ്വത്താണ് നമ്മൾ കുടുംബ പേരിനോട് ചേർത്തിട്ടുള്ളൂ. ഇപ്പൊ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കലാകാരന്മാർക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് സമൂഹത്തില് എന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയല്ല. ഞാൻ ചോദിച്ചെന്താ വെച്ചാല് കുറെ ആളുകളുണ്ട് ഇപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അവര് കുറച്ച് സെലിബ്രിറ്റി ആയിട്ട് അല്ലെങ്കിൽ നാലാൾ അറിയുന്ന രീതിയിലേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാതെ. അല്ലെങ്കിൽ അതിന്റെ സെലിബ്രിറ്റി ആവുന്നതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമ അങ്ങനെയുള്ള ഒരു മേഖലയിൽ അറിയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഗുണം അല്ലെങ്കിൽ അതിന്റെ അല്ലാത്തവർക്കുള്ളൊരു ദോഷം എന്ന് പറയുന്നത്, അമൃതവർഷം നന്നായി നൃത്തം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അമൃതവർഷയുടെ ഒരു പ്രോഗ്രാം ഒരു ബുക്കിംഗ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അമൃത നന്നായി കളിക്കുന്നത് എനിക്കും അല്ല, അത് കാണുന്നവർക്കും അറിയാം. അപ്പോൾ ഒരു പ്രോഗ്രാം ചോദിച്ചാൽ നമ്മളൊരു 50,000 രൂപ എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ വഴിപാടായിട്ട് ചിലപ്പോൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നത്. ഓർക്കസ്ട്ര അടക്കം നമ്മൾ ചെയ്യണമല്ലോ, മേക്കപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് തരാൻ ബുദ്ധിമുട്ടുള്ളവർ 10 ലക്ഷം 12 ലക്ഷം മുടക്കി ഒരു സിനിമയിൽ
എന്ത് തോന്നിയാസം കാണിക്കുന്ന ആളാണെങ്കിലും അവർക്കൊരു പരിപാടി കൊടുക്കും. അല്ല അതിൽ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കും അമ്പലത്തിലും ജനങ്ങൾ കൂടണമെങ്കിലും ഒക്കെ ഒരു സെലിബ്രിറ്റി തന്നെ വരണമല്ലോ. അല്ല, ഇപ്പൊ നമ്മള് എല്ലാ സെലിബ്രിറ്റികളുടെ കാര്യമല്ല പറഞ്ഞത്, ആഭാസത്തരങ്ങൾ കാണിക്കുന്ന ഒത്തിരി നർത്തകിമാർ ഇപ്പോഴും ഉണ്ട് സിനിമയുടെ ബാനറിൽ. അത് മാത്രല്ല, ഇപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ട്രോള് കേൾക്കണമല്ലോ ഭർത്താവേ. സെലിബ്രിറ്റി ആയതുകൊണ്ട് സത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഇത് ഇപ്പോഴും കുറെ ആൾക്കാരെ നമ്മൾ അംഗീകരിക്കപ്പെടാത്ത സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ലെങ്കിൽ കണ്ടം കൊണ്ട് ഒതുങ്ങി പോയേനെ. ഇപ്പൊ മോളെ പോലെ ഒരാൾ ഇവിടെ തേടി വരാനും കാരണം അത് തന്നെയാണ്. അതൊരു മഹാഭാഗ്യം. സോഷ്യൽ മീഡിയയിലാണ്. അത് ഇതൊക്കെ അതിന്റെ ഇതിനെല്ലാം നമ്മൾ താങ്ക്സ് പറയേണ്ടത് ജനങ്ങളോട് തന്നെയാണ്. ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും ഒക്കെ നല്ല മനുഷ്യന്മാർ തന്നെയാണ്. അവർക്ക് എല്ലാം ഇപ്പം എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വിഭാഗം ജനങ്ങളുണ്ട്. അതെന്റെ മഹാഭാഗ്യം, ഭഗവാന്റെ അനുഗ്രഹം, ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം. അല്ല, അവരാണ് സമ്പത്ത് അല്ലേ? തീർച്ചയായും ഇപ്പോഴും അത് തന്നെ. അല്ല, ഇപ്പോഴും ഈ കഴിഞ്ഞ പരിപാടിക്ക് ചെന്നപ്പോഴും ഒരു ഫാമിലി വന്നിട്ട് അദ്ദേഹം ഒരു അധ്യാപകനാ. അപ്പൊ അദ്ദേഹം എന്നോട് പറയണം 6:30 മണിക്ക് ഷാർപ്പ് വീട്ടിലെത്തിക്കൊള്ളണം, കണ്ണട്ടൻ്റെ ചേച്ചി വരുന്നുണ്ട് കാണാൻ പോണെന്നും പറഞ്ഞ് ആ ഭാര്യയും മോനും വാശി പിടിച്ച് അങ്ങേരെ കൊണ്ട് നേരത്തെ വരുത്തിപ്പിച്ച് അവർ പ്രോഗ്രാമിന് മുന്നേ വന്നിരുന്ന് നമ്മളെ കണ്ട് പരിപാടി കഴിഞ്ഞ് നമ്മളോട് അഭിപ്രായം പറഞ്ഞ് സെൽഫി എടുത്ത് എന്തൊരു ഭാഗ്യമാണ്. അത് ഭാഗ്യം മാത്രമാണ്. അത് എൻ്റെ ഒരു കഴിവോ എൻ്റെ ഒരു പാണ്ഡിത്യോ എൻ്റെ ഒരു മഹത്വം ഒന്നും അല്ലാതെ. പക്ഷെ കഴിവുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ നല്ലൊരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയിൽ നമ്മള് ഒരു സുപ്രഭാതത്തില് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സുപ്രഭാതത്തിൽ വൈറലാവാൻ ഒറ്റ വീഡിയോ, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഇതിനൊക്കെ വേണ്ടത് ഗുരുത്വവും കാരണവന്മാരുടെ അനുഗ്രഹവും മാത്രമാണ്. നമ്മക്ക് ആകെയുള്ള സ്വത്ത് എന്ന് പറയണത് കാരണവന്മാരുടെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും മാത്രമാണ്. അത് മാത്രമാണ് കൈമുതലുള്ള മാതാപിതാ ഗുരു, അത് കഴിഞ്ഞിട്ടാണ് ദൈവം. നമ്മളുടെ ജീവിതത്തിൽ ഇന്നും എന്നും മരണം വരെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണടയണ വരെയും അത് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത തലമുറ എങ്ങനെയാവും അറിയില്ല. എന്റെ മക്കളും അങ്ങനെയൊക്കെ തന്നെ, എന്റെ പേരക്കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ സന്തോഷം ഉണ്ടെങ്കിലും ആദ്യം നമ്മളെ ഗുരുക്കന്മാരോടും, ഇപ്പൊ മക്കളുടെ വിശേഷമാണെങ്കിൽ അവരുടെ ഗുരുക്കന്മാരോടാണ് ആദ്യം വിളിച്ച് പറയുള്ളൂ, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പൊ മോള് ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയി, ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് അത് ഡിക്ലെയർ ചെയ്തത്. അപ്പൊ അവളുടെ ഗുരുക്കന്മാരോടാണ്, അതിന് നമ്മൾ കടപ്പെട്ടിരിക്കണം അവരോട്. അവരില്ലെങ്കിൽ ഇങ്ങനെ ഒരു ആകാശിന്റെ സിനിമ പറഞ്ഞപ്പോ കൈയടിച്ചില്ല. അതെ, അയ്യോ കൈയടിച്ചു. ഇവിടെ മറ്റേ അല്ല, അത് അങ്ങനെയാണ്, ഒരേപോലെ പറ്റുള്ളൂ. ഒരാൾക്ക് മാത്രമായിട്ട് ചോദിക്കാണ് മോന്റെ പേര് മോൻ ആകാശ്, മോൾ അമൃത. അല്ല, അതെങ്ങനെ പഠിക്കണെന്ന് വെച്ചാൽ മോൻ ഇന്ന സ്ഥലത്ത് പഠിക്കുന്നു, കൂടെ മോൾ ഇന്ന സ്ഥലത്ത്. അത് ചെറുപ്പകാലത്ത്, അത് ഇപ്പോഴത്തെ ജനറേഷൻ മാതാപിതാക്കളാവുന്ന കുട്ടികളും ഒരു ഉറപ്പിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് ആദ്യത്തെ കൺമണി ഉണ്ടായി കഴിഞ്ഞാൽ അവനെ നമ്മൾ ഒരുപാട് ലാളിക്കുന്നു, അത്രയും കൊടുക്കുന്നു. പിന്നെ 2 കൊല്ലം കഴിയുമ്പോൾ അടുത്ത് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ ആയിക്കോളൂ. കാരണം ആ വളർത്തുന്ന ഒരു കാലഘട്ടമില്ലേ. കാരണം ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം നമുക്ക് അതിന്റെ പുറകെ നടക്കണം, കുട്ടി വലുതാവണ വരെ. അപ്പൊ അതിൻ്റെ ഇടയിൽ 2 കൊല്ലം കഴിയുമ്പോൾ അടുത്ത് ഉണ്ടായാൽ ഈ ആ വളർത്തുന്ന ഒരു സാഹചര്യം ഒരുമിച്ച് മുന്നോട്ട് പോകും. എത്ര കുട്ടികളുണ്ട്? ഒരു കുട്ടി. അടുത്തത് ഇനി ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 28. അല്ല, കൊച്ചിന്റെ കാര്യം, കുട്ടിക്ക് എത്ര വയസ്സായി? 7 വയസ്സ്. 7 വയസ്സായാ? അടുത്ത വേള വേണ്ടേ? ഇപ്പൊ വേണ്ട, അത് പറ്റില്ല. ഇനി ഒന്നേന്ന് തുടങ്ങണ്ടേ? അതെ, ഇനി ഒന്നേന്ന് തുടങ്ങണ്ട, ഇത് മതി. അതെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ രണ്ടുപേരും ഒരേ കൂട്ടുകാരെ പോലെ വളരും. അപ്പൊ എനിക്ക് അന്നുള്ള നിർബന്ധം, ആദ്യത്തെ കൺമണി രണ്ടാമതൊരു കൺമണി ഉണ്ടാവുമ്പോ കൊച്ചുവാവേ ആദ്യത്തെ കൺമണിക്ക് വിഷമാവരുത്. എന്റെ ഒരു സ്വഭാവത. ഇവൾക്ക് എന്തെങ്കിലും, ഇവളെ ഒന്ന് പുന്നാരിച്ച അവനെയും പുന്നാരിക്കും. ഞാൻ വിഷമിച്ചിട്ടുണ്ട്. സ്കൂളിൽ കൊണ്ടാക്കിയ അവക്ക് മാത്രം വയനുവേന വരുള്ളൂ, അവന് വയറുവേന. അത് പറയണ്ടേ? അഥവാ ആ സമയത്ത് ആകാശ് പറയണ, അച്ഛാ എനിക്കും വയറുവേന, പോടാ ക്ലാസ്സിൽ പോടാ പറയും. അല്ല, പക്ഷെ ഇവിടെ സ്നേഹം മാത്രല്ല കുട്ടി, ചീത്ത പറയണതും അങ്ങനെയല്ല. ചീത്ത പറയണ 3 പേർക്കും വരും. അച്ഛൻ ഇപ്പം ഇവിടം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് പിന്നെ അവിടെ പോയി അവസാനിക്കും. അതിപ്പോ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്ന് അവിടെ അവസാനിക്കും. എന്തായാലും 3 പേർക്ക് ഒരാളെ ഒറ്റയ്ക്ക് പറയില്ല. ചീത്ത കിട്ടണത് 3 പേർക്ക് ഒരുമിച്ച് കിട്ടുള്ളൂ. അതും അങ്ങനെ അപ്പൊ എന്നെ ചീത്ത പറയണ ഒരു 3 പേര് ഒരുമിച്ച്. ഇല്ല, എന്റെ മോള് മാത്രം പാവം, ഞാൻ പറയണ മുഴുവൻ അനുസരിക്കും. ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാൽ എന്റെ മോളെ വാസുണ്ടെന്റെ ബീജി ഇടണം. നമ്മളോട് മാത്രമല്ല, എന്നോട് മാത്രം.
ദേഷ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതമല്ലേ പറയുന്നത്. കലാകാരനൊന്നുമല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ജേർണി തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമിച്ചിട്ടുള്ള ഒരു മൊമെന്റ് ഒരു സമയം ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ട്. ഒരു കൊറോണ സമയത്താണ് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയത്. അപ്പൊ അതിനുശേഷം അതിന്റെ ഒരു വിഷമം പേയ്മെന്റ് അല്ലാണ്ട് അപ്പൊ അന്വേഷിച്ചപ്പോ മറ്റു പലർക്കും ഇതേപോലെ തന്നെ ആയിട്ടുണ്ട്. സമാധാനായി. അല്ല കറണ്ട് പോയാൽ അപ്പുറത്തുണ്ടോന്നല്ല നോക്കുള്ളൂ. അതുപോലെ തന്നെ വിഷമിക്കുന്ന ഇൻസിഡൻസ് ഒന്നും സോഷ്യൽ മീഡിയയിലും ഉണ്ടായിട്ടില്ല. പിന്നെ എന്നെ ചീത്ത പറയുന്നത് എനിക്ക് ശീലമായതുകൊണ്ട് പിന്നെ അതൊന്നുമില്ല. അല്ലാതെ എന്തെങ്കിലും ആളുകൾ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് മടുപ്പ് തോന്നിയിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മടുപ്പൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെയില്ല. നമുക്ക് എന്ത് കേട്ടാലും എന്നെ പുകഴ്ത്തി പറഞ്ഞാലും എനിക്ക് ഒരേപോലെ എന്നെ എത്ര തെറി വിളിച്ചാലും ഒരേ അളവിലേ എടുക്കുള്ളൂ. എന്താ പറയാ സന്തോഷം ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നിയിട്ടുള്ള ഒരു സമയം സിനിമ പാടിയത് വലിയ സന്തോഷമാണ്. അവിടെ ഞാൻ ഈക്വാലിറ്റി അത് വലിയൊരു സിനിമ കൂടിയാണ്. അത് പക്ഷെ നമുക്ക് സിനിമയുടെ പേരൊക്കെ പറയാൻ എനിക്ക് അവകാശമില്ല, പറയില്ല, ഇപ്പൊ പറയാൻ പറ്റില്ല. അതൊരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. അതെ, ബാഹുബലിയൊക്കെ പോലെ തന്നെ വലിയൊരു ചിത്രമാണ്. അങ്ങനത്തെ ഒരു ചരിത്ര സിനിമ. അതെ, അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ നിർവാഹമില്ല. അതൊരു വലിയ ഭാഗ്യം. അതെ, വേണ്ട വേണ്ട കാര്യമൊക്കെ മനസ്സിലാവും. വേണ്ട അല്ല എനിക്ക് അത്ര 100 പോത്തിനെ സിനിമ വരുമ്പോ പുറത്ത് പറയും. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അതിന് ഇൻട്രോ ബാഹുബലിയൊന്നും അല്ല. അല്ല, ബാഹുബലി പോലത്തെ വലിയ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം. ഇപ്പൊ അത്രേ മതി. അല്ലെങ്കിൽ ഇത് കണ്ടു കഴിയുമ്പോ കോള് വരും. ഇപ്പൊ ആരാ കണ്ണേട്ട പറയാൻ പാടി നല്ലൊരു പാട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം കൂടി അതിന്റെ ബാക്കി പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ പോയിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് സ്റ്റുഡിയോയിൽ പോയി അവര് എങ്ങനെ വരുന്നു, ഞാനും പാടിയിട്ടുണ്ട്, ഇന്ന ആൾക്കാർ പാടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു സംഭവമല്ലേ. ഇപ്പൊ ഇതിനിടയ്ക്ക് കുറച്ചുനാൾ മുന്നേ ഒരു ചെറിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമൃതവർഷയ്ക്ക് പകരം എന്താ പറയുക സൂസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലില് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അനുമോളയായിരുന്നു. പിന്നീട് ആ ഒരു സംഭവത്തിൽ എന്താ ശരിക്കും സംഭവിച്ചത്? ഇത് ആക്ച്വലി ഓൾറെഡി റണ്ണിങ്ങിലുണ്ടായിരുന്ന സീരിയലാണ് സൂസു. അപ്പൊ അതിൽ അനുശേഷിയാണ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുതിയ എപ്പിസോഡ് വരുന്ന സമയത്ത്, പുതിയ എപ്പിസോഡല്ല, പുതിയ ലൈക് സ്റ്റോറി അടക്കം മാറ്റി അവര്. അപ്പൊ അതിലൊരു വണ്ണമുള്ള കുട്ടീനെയാണ് അതിൽ സുരഭി സുഹാസിനിയില് സുരഭിയായിട്ട് വണ്ണമുള്ളൊരു ക്യാരക്ടറാണ് വേണ്ടത്. സുഹാസിനി മല്ലികാന്റി തന്നെ അങ്ങനെ. അപ്പം ആ അനുചേച്ചിനെ മാറ്റിയിട്ട് വണ്ണമുള്ളൊരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത് നല്ല വണ്ണം ഉണ്ടായിരുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് രാജേഷ് സാർ എന്നെ കോണ്ടാക്ട് ചെയ്തതും ഞാൻ അഭിനയിക്കാൻ പോയത്. അങ്ങനെ എത്രയാ ഒരു 12 എപ്പിസോഡൊക്കെ എടുത്തു. 12 എപ്പിസോഡത്തോളം എന്തോ എടുത്തു. എത്രയോ മാസം ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ട് ഹാപ്പി ആയിട്ട് തിരിഞ്ഞ് ലൈക് ട്രെയിലർ എടുക്കാൻ പാകത്തിന് ട്രെയിലറിന് വരെ റോട്ടിലിറക്കി ആൾക്കാരുടെ അടുത്ത് അഭിപ്രായമൊക്കെ ചോദിച്ചു പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് ലൈക്ക് ഇങ്ങനെ വണ്ണമുള്ള ഒരാളുടെ നായികയായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതെ റോട്ടിലൊക്കെ ഇറക്കി അങ്ങനെ പ്രൊമോ വരെ എടുത്ത് ഷെഡ്യൂൾ ലൈക്ക് എന്താ പറയാ റിലീസ് ആവാനുള്ള ഡേറ്റ് വരെ നമുക്ക് ചാനലിൽ നിന്ന് കിട്ടി എല്ലാം ഓക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ചാനലില് എന്താ വിഷയം ഏതാ വിഷയം ക്ലിയർ ആയിട്ട് എനിക്ക് ഇപ്പോഴും അത് അനുമോള് വന്നതുകൊണ്ടാണ് ആ ഒരു ചാൻസ് മിസ്സായെന്നാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. പിന്നീട് വന്നത് അങ്ങനെയായിരുന്നു. അല്ല, ആ സമയത്ത് കുറച്ച് വിഷമങ്ങൾ നമുക്ക് സ്വാഭാവികമാണല്ലോ. നമ്മളൊരു വലിയ നല്ലൊരു അവസരം നഷ്ടപ്പെട്ടതിന്റെ ഒരു വിഷമം. പ്രത്യേകിച്ച് അവളന്ന് ഈ നാട്ടിലില്ലാത്തൊരു സമയം, അവള് ചെന്നൈയിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. നമ്മുടെ കൂടെ ആണെങ്കിൽ വിഷയമില്ല. ഇതിനു വേണ്ടി വരുത്തി നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെന്നൈക്ക് തിരിച്ചു പോയി. അല്ലെ, ഇവിടുത്തെ 2 മക്കൾക്കും എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അച്ഛനെ കെട്ടിപ്പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളവരുടെ. ആ ഒരു സിറ്റുവേഷനിൽ ഇവള് ഒറ്റയ്ക്ക് അവിടെ, നമ്മളിവിടെ ആ സമയത്ത് ഒരു മാനസികാവസ്ഥ, ഇപ്പം കുഞ്ഞല്ലേ. അതെ അതെ അതെ. അതിന്ന് പുറത്തു വരാൻ കുറച്ചധികം സമയം എടുത്തായിരുന്നു. പിന്നെ ഓക്കെ ആയി. ഇതില് നല്ലത് വരാൻ സീരിയലിന്റെ പുറകെ സിനിമയുടെ പുറകെ ഇങ്ങനെ ഓഡീഷൻസ് ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഇത് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ വരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് എന്താ പറയാ ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ടു ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പം ഇങ്ങോട്ട് വന്ന ഓഫറിൽ നമ്മളപ്പോ അത്രയും പ്രതീക്ഷിച്ചു. ഇവരാണെങ്കിൽ കുറെ ഹൈപ്പും തന്നു എനിക്ക്. നായികയാണ്, അതാണ്, ഇതാണ്, ഇനി അങ്ങോട്ട് പോകും, ആകാശം മുട്ട വളരും എന്നൊക്കെയാണല്ലോ അങ്ങ് വളർത്തി വെച്ചവര് ഒറ്റടിക്ക് താഴ്ത്തി കിട്ടും. അതൊക്കെ ഭയങ്കര പ്രതീക്ഷയല്ലേ, ആദ്യമായിട്ടല്ലേ എന്റെ തകർന്ന് തരിപ്പണായി പോയി. ഒറ്റടിക്ക് ആലോചിക്കുമ്പോ നമുക്ക് ചിരിയാ വരണത്. അന്ന് അയ്യേ എന്തിനായിരുന്നു നമ്മളന്ന് സങ്കടപ്പെട്ടത്. അങ്ങനെയല്ല, അത് കർമ്മഫലം എന്ന് പറയണതേ അത് 2 ആഴ്ചയോട് കൂട്ടിക്കെട്ടി.
പിന്നീട് അത് നടന്നിട്ടില്ല, ഇപ്പോഴും ഇല്ല. പിന്നെ അതിനെ തുടർന്ന് അതിൽ ബന്ധപ്പെട്ട് ആളുകൾ അടിപൊളിയായിട്ട് പ്രവർത്തിച്ച വേറൊരു സംഭവം അതും കൂട്ടിക്കിട്ടും. അല്ല നമ്മളതൊന്നും അല്ലാതെ കുറ്റം പറയണല്ല, അല്ല അത് പറയുമ്പോ അച്ഛന്റെ വിഷമം തീർച്ചയായും ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. എന്താ ഒരാളെ വിഷമിപ്പിച്ചോണ്ട് ഒന്നും നേടാൻ പറ്റില്ല എന്നൊക്കെ അന്ന് പറഞ്ഞു. എന്താ പറയാ, അനുവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തോ എന്നാ പുള്ളിക്കാരനെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ് വന്നിരുന്നു. അപ്പൊ നേരെ തിരിച്ചു ആലോചിക്കാല്ലേ, എന്നെ വിഷമിപ്പിച്ചിട്ട് എന്താ അവർക്ക് ഉണ്ടാവാൻ പോകുന്നത്? സെയിം ക്വസ്റ്റ്യൻസ്. അല്ല, നമുക്ക് ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഒരു മനുഷ്യക്കുട്ടിയുടെ അച്ഛനാണല്ലോ, അത് സീരിയലാവട്ടെ സിനിമ ആവട്ടെ എന്താവട്ടെ, മകൾക്കൊരു വിഷമം വരുമ്പോൾ ആ അച്ഛൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വേദന, പ്രത്യേകിച്ച് ഞാൻ മഹാനായതുകൊണ്ടല്ല, അത്യാവശ്യം മെഡിറ്റേഷനും അത്യാവശ്യം പ്രാർത്ഥനയും ഭഗവാനായിട്ടുള്ള ബന്ധങ്ങളുള്ള ഒരാളാണ്. നമ്മളൊന്ന് മനസ്സുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഇടപാട് തീരും, ഒരു സംശയം അക്കാര്യത്തിലില്ല. അത് തുറന്നു പറയണതിൽ എനിക്ക് വിഷമമില്ല. ഞാൻ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പെരുമാറാറുമില്ല. ചിരിച്ചുകൊണ്ട് തള്ളുന്ന അതുകൊണ്ട് മാത്രമാണ്. ഞാൻ ദേഷ്യത്തിൽ നോക്കിയാലും കുഴപ്പമാണ്. ഞാൻ അതുകൊണ്ട് ആരോടും ദേഷ്യപ്പെടാറില്ല, എല്ലാം ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഇരിക്കാറുള്ളൂ. കാമായിട്ടിരിക്കാൻ. കാമം അല്ല, കാമോ ശരി, ഓക്കെ 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 ശരി ശരി ശരി. സോറി, അതൊന്നിപ്പോ സ്റ്റോപ്പ് ആയി പോയി. കാമായിട്ടിരിക്കാൻ. അതെ അതെ, നമ്മള് പരമാവധി അങ്ങനെ ശ്രദ്ധിക്കാറുള്ളൂ, കാമായിട്ട് തന്നെ ഇരിക്കാറ്. ഞാൻ കാം എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്കിനി ഒരു പാട്ടും കൂടെ, അത് എനിക്ക് കേൾക്കാൻ ആഗ്രഹം തുളസിക്കതിരാണ്. തീർച്ചയായും. തുളസിക്കതിര് എന്ന് പറയുന്ന ഒരു ഗാനം ഏറെ പ്രശസ്തമാണ്. അത് കണ്ണഞ്ചിനാഥ് കലാകാരൻ പാടുന്നതിന് മുന്നേ അത് പ്രശസ്തമാണ്. ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ നല്ലൊരു ഗായകൻ പാടിയിട്ടുള്ളൊരു ഗാനമാണ്. വേറെ ഒത്തിരി പേര് പാടാറുണ്ട്, അതൊക്കെ ശരിയല്ലേ. പക്ഷെ കണ്ണഞ്ചിനാഥ് പാടുമ്പോൾ അത് എൻ്റെ ഒരു രീതിയിലാണ് പാടുന്നതെന്ന് മാത്രം. അതിൽ ഒത്തിരി ജനങ്ങൾക്ക് ഇഷ്ടവുമാണ്, ഒത്തിരി പേര് നമ്മളെ ആക്ഷേപിക്കാറുണ്ട്. അത് കേൾക്കാനാണ് ഞങ്ങൾ വന്നത്. ഏത് ആക്ഷേപം കേൾക്കാൻ? ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി ചൂടി, ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി ചൂടിയ കണ്ണാ നീ വിളയാടൂ, എന്നുള്ളിൽ വിളയാടൂ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ, ഒന്നൂടിയാടൂലേ. കണ്ണാ 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 കണ്ണാ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചേർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 കള്ള കണ്ണാ കണ്ണാ എന്റെ കണ്ണാ 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 കണ്ണാ. താങ്ക് യു സോ മച്ച്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ 4 പേരെ കാണാൻ പറ്റിയതിൽ. കുറച്ചു നേരം സംസാരിക്കാൻ പറ്റും, കുറച്ചധികം നേരം അല്ലേ? തീർച്ചയായും, വല്ലാണ്ടധികം നേരം. എന്തായാലും സന്തോഷം. അപ്പൊ ഇനി എന്താ പറയാ, ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ചിത്രയുടെ ചിരി നല്ല സൂപ്പറാട്ടാ. വയ്യ, ബാക്കി പറഞ്ഞോ, എന്നെ കുറച്ചുകൂടി ഇനി അടുത്തത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പൊഴുത്തിട്ടല്ല, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ 4 പേരെ കാണാലോ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നതാ. പാട്ടൊക്കെ കേൾക്കണം, ലൈവായിട്ട് കേൾക്കണം. തീർച്ചയായും വരൂ. താങ്ക് യു. അടുത്ത പരിപാടിയിലും വന്നിട്ട് കവർ ചെയ്തോളൂ. അടുത്ത പരിപാടി എവിടെയാ? അടുത്തത് ഇനി നമുക്കിപ്പോ എറണാകുളം ഭാഗത്ത് ഇപ്പൊ പാലാരിവട്ടത്തിലുണ്ട്, എറണാകുളത്ത് അപ്പന്റെ അമ്പലത്തിലും പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഞാൻ അറിയിക്കാം. അങ്ങനെ നിങ്ങൾ പുറത്തു പോയി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും ഒത്തിരി സന്തോഷം ഞങ്ങളെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയതിനും. ചിത്രയ്ക്കും കൂട്ടുകാർക്കും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ചാനലിനും നന്ദി അറിയിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന, സ്നേഹം തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം. ലവ് യു ആൾ. താങ്ക് യു.